പ്രേക്ഷകർക്ക് വൈവിധ്യമാർന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ദൃശ്യ കാഴ്ചയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് കേരളത്തിൽ ധാരാളമായി കണ്ടുവന്ന ആൾക്കാരായിരുന്നു നേപ്പാളി ഗൂർഖകൾ. കേരളത്തിൻ്റെ സുരക്ഷിതത്വമൊക്കെ അവരുടെ കയ്യിലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരെ കാണാതായി. വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നേപ്പാളി ഗൂർഖകളായി സേവനം അനുഷ്ഠിക്കുന്നത്. പാലായ്ക്കടുത്ത് മേലുകാവിലുണ്ട് ഒരു ഗൂർഖ, നരേഷ് ഭായ്. നമുക്ക് നരേഷ് ഭായിയുടെ വിശേഷങ്ങൾ കാണാം. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നല്ലേ, ലക്ഷണം കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നു. നരേഷ് ഭായ്, നേപ്പാൾ സ്വദേശിയ നരേഷ് ഭായ് എന്നോടൊപ്പം ചെയ്യുന്നത്. ഭായ് നമസ്കാരം. നമസ്കാരം സാർ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? രാത്രി നൈറ്റ് 11 മണി 3 മണി 4 മണി. മലയാളം കറക്റ്റ് അറിയാമോ? മലയാളം കുറച്ച് അറിയാം. കുറച്ച് അറിയാം. നേപ്പാളിൽ എവിടെയാ വീട്? നേപ്പാളിൽ ഡോട്ടി ജില്ല. എവിടെയാ? ഡോട്ടി ജില്ല. ഗോട്ടി ജില്ല. എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? 20 വർഷമായി. 20 വർഷമായി. മേലുകാവിലെത്തിയിട്ട്? മേലുകാവിൽ 1 വർഷം കഴിഞ്ഞു. മേലുകാവ് എങ്ങനെയുണ്ട്? 1 വർഷം കഴിഞ്ഞ് 4 മാസമായി. മേലുകാവ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. ഡ്യൂട്ടി എപ്പോൾ തുടങ്ങും? രാത്രിയിലെ 11 മണി. 11 മണിയായി 3 മണി 4 മണി. എവിടെ നിന്ന് തുടങ്ങും ഡ്യൂട്ടി? ടൗണിലെ വീട്ടിലെ രാത്രി മൊത്തം ഇതിലെ നടക്കും. പേടിയില്ല? പേടിയില്ല. എന്നാൽ പേടിയാണോ എനിക്ക്? പേടിയില്ല. ഗൂർഖമാരെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒട്ടും പേടിയില്ല. പേടികളില്ല. ഇതിനു മുമ്പ് മേലുകാവ് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തോണ്ട്? ഇത് ഗദനപ്പള്ളിയാണോ? അവിടെ ഗൂർഖയായിരുന്നു. ഗദനപ്പള്ളി പലത്തോളം വരില്ലോ, പലത്തോളം. അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണോ? ഈ നേപ്പാൾ ഗൂർഖ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളൊരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കുഴപ്പമില്ല. ധൈര്യമാണ് അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് ഞാൻ ചോറ് വയ്ക്കാം. അപ്പോൾ ബായി സ്വയമായിട്ട് ഞങ്ങൾ വന്നപ്പം ബായി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശം ഈരാറ്റുപേട്ട പാല എല്ലാം അറിയാം? അറിയില്ല. ഇത് കോട്ടയം ജില്ല അറിയില്ല എനിക്ക്. കോട്ടയം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം ബായിക്ക് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ. നമ്മൾ വന്ന് വിഷ്വൽ എടുക്കാം, നമുക്ക് ന്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബായി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനി ബായിയുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? നാട്ടില് കൃഷിയുണ്ട്. ആരൊക്കെയാ ഉള്ളത്? അമ്മ, ഭാര്യ, പിള്ളേർ. എത്ര പിള്ളേരുണ്ട്? 2. അമ്മയുടെ പേര്? അമ്മ പേര് ലക്ഷ്മി. ഭാര്യയുടെ പേര്? ഭാര്യക്കോ ഇന്നലെ പറഞ്ഞില്ലേ, ദേബി. മക്കളുടെ പേര്? മക്കളോ പേര് സീത, ജയ. പെൺമക്കളാ? എന്തുകൊണ്ടാ ഈ ഗൂർഖ എന്നുള്ള ജോലി തിരഞ്ഞെടുത്തേ? ജോലി ഒത്തിരി വർഷമായി. ഞാൻ തന്നെ കൊട്ടയം ജില്ലയിലാണോ? 1 വർഷം ഞാൻ കൊട്ടയം ജില്ലയാണോ? കൊട്ടയം ടൗണിലാണോ? ഞാൻ അവിടെ മാറി ഇവിടെ ഗാന്ധരപ്പള്ളിയാണോ? ഗാന്ധരപ്പള്ളിയിലാണ് മാറി ഇവിടെ തന്നെയാണോ? 20 വർഷമായി കേരളത്തിൽ വന്നിട്ട് രാത്രി എല്ലാപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാ. ഈ കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടോ? കണ്ടില്ല. കള്ളന്മാരെ കണ്ടില്ല. കള്ളന്മാരെ വന്നാലും കുഴപ്പമില്ല. ഇവിടുന്ന് അപ്പം സാലറി ഒക്കെ തരുന്നത്? സാലറി വീട്ടിൽ കളികളിൽ ഹാപ്പിയാണ്? ഹാപ്പി. സാധാരണ ഗൂർഖമാരുടെ കയ്യിലെ ഈ കൃപാണം കത്തിയില്ല. ഇപ്പോ ആവശ്യമില്ല. ഫസ്റ്റ് ഉണ്ട്, ഇപ്പൊ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഗൂർഖമാടയിൽ എപ്പോഴും നമ്മുടെ ഒരു കൃപാണം എന്ന് പറയുന്ന കത്തി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് നമ്മുടെ നരേഷ് ഭായ് പറയുന്നത്. ആ കത്തിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ആ കത്തി ഉണ്ട്, സക്കില്ല. ഹുഗുരിയില്ലേ? ഹുഗുരിയാണോ? ഇപ്പോൾ വരുന്നില്ല. 2000 3000 ഉണ്ട് അവിടെ. ആ കത്തിക്ക് 2000 3000 രൂപ അടച്ച് വേണം. സ്പെഷ്യൽ ലൈസൻസ് ഉണ്ടാവണം. ലൈസൻസ് വേണം, എല്ലാം വേണം. എല്ലാവരും പറയുവേ ഗൂർഖമാർ ഈ കത്തി എടുത്തു കഴിഞ്ഞാൽ രക്തം കണ്ടേ നിൽക്കത്തുള്ളൂ. അത് ശരിയാണോ? കത്തിയാണോ? കുഴപ്പമില്ല. മതി. ഇപ്പോൾ കിട്ടുന്നില്ല. ഫസ്റ്റ് ഉണ്ട് കത്തി. കത്തിയുള്ളൂ ഫസ്റ്റ്. നദിയെ ഒത്തിരി ജറുളില്ല. ഇതാണ് ജറുളി. നരേഷ് ഭായിയുടെ ഈ കത്തി ഉണ്ടായിരുന്നോ? ഞാൻ ഈ കത്തി ഉണ്ടോ അവളെ വേറെ ആളെ കൊണ്ടുപോയി.
എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നേപ്പാളാണോ കേരളമാണോ നല്ലതെന്ന് അങ്ങനെ ചോദിക്കുന്നില്ല. കേരള അല്ല നല്ലതാണ്. എന്തൊക്കെയാണ് കേരളത്തിന്റെ പ്രത്യേകത തോന്നിയിട്ടുള്ളത്? കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല. കുഴപ്പമില്ല. നേപ്പാളും കേരളവും എല്ലാം സെയിം ആണെന്ന് പറഞ്ഞത്. ബായിക്ക് മലയാളം അത്ര വലിയ ഇതായിട്ട് അറിയത്തില്ല കേട്ടോ. 20 വർഷമായെങ്കിലും അത്യാവശ്യം പറയുന്നൊക്കെ മനസ്സിലാകും. തിരിച്ച് പറയാൻ അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാണ്. ബായി പാട്ട് പാടുവോ? പാടില്ല, ഇല്ല ഇല്ല ഇല്ല, പാടില്ല, ഇല്ല ഇല്ല. ബായിയുടെ ശബ്ദം കേട്ടിട്ട് നല്ല പാട്ടുകാരനാന്ന് തോന്നി. പാടില്ല 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 പാടില്ല. ഫുഡ് ഒക്കെ എങ്ങനെയാ? ഫുഡ് ചോറ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചപ്പാത്തി. ഇതാണോ വെജിറ്റേറിയൻ? ഇത്രയാണോ? വേറെ ഇല്ല. വേറെയില്ല. ചിലപ്പോൾ മീൻ കഴിക്കും. മീൻ ചിലപ്പോൾ എവിടുന്നാ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? കളിയിൽ മേടിച്ചിട്ട് കളിയിൽ മേടിച്ച് അവൾ താഴെ മേലെ മേടിച്ച് എടുക്കുന്ന മേടിച്ചത്. ഭാര്യ മക്കളൊക്കെ ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരുന്ന പറഞ്ഞില്ലേ? അവിടെ കൃഷിയുണ്ട്. കൃഷിയിലെ ഇവിടെ വരുന്നില്ല. അവിടെ എന്താ കൃഷി? അമ്മ ഉണ്ട്. കൃഷി ഗോതമ്പ്. എപ്പോ വേറെ കറി വേറെ കൃഷി മാറി മാറി 6 മാസം മാറി മാറി. അവരെല്ലാം കൃഷിയിലാ? കൃഷിയില്ല. പിള്ളേർക്കൊക്കെ എത്ര പ്രായമായി? പിള്ളേർക്ക് ഏതാക്കി 12 ഏതാക്കി 15 അങ്ങനായി. അവരിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ കേരളത്തിലേക്ക്? ഇല്ല ഇല്ല, അവളെ ചൊല്ലി പോവാം. എവിടെ ഭയങ്കര പാടാണ്. അവളെ ഭയങ്കര പൈസ വേണം. ഇവിടെ അവളെ ഒത്തിരി ഇല്ല പൈസ, അവളെ കുറവുണ്ട്. അപ്പോൾ ബായി താമസിക്കുന്ന നമ്മുടെ ഇരാറ്റുപേട്ട മേലുകാവ് റൂട്ടിൽ പോലീസ് സ്റ്റേഷന് മുമ്പ് നമ്മുടെ ഒരു INTUCയുടെ ഒക്കെ ഒരു ഓഫീസുണ്ട്. അതിന് ബാക്കിലായിട്ടാണ് ബായി താമസിക്കുന്നത്. ഏതായാലും രാത്രി കാലങ്ങളിൽ ബായി ഈ മേലുകാവിൻ്റെ ടൗണിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബായി അതിൽ ഇടപെടും. പോലീസുകാരൊക്കെ ആയിട്ട് കമ്പനിയാണോ? പോലീസുകാരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്നാൽ ബായിയെ വിളിക്കുമോ? ഇല്ല, പറയുന്നില്ല. അവളെയൊന്നും പറയുന്നില്ല, യാമിന് പറയുന്നില്ല. പറഞ്ഞു ചിലപ്പോൾ അർജുനാണ് പറയുന്നത്. ഇതാണ് അർജുനാണ് പറയുന്നത്. എന്തായാലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബായി തന്നെ അത് മാനേജ് ചെയ്യും. വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ അർജന്റ് കേസൊക്കെ ആണെങ്കിൽ ബായി പോലീസുകാരും ഒക്കെ ആയിട്ട് ബായി പറഞ്ഞു മതി, ഇത്ര കാര്യമുള്ളൂ. രാത്രി ബായിയോട് ആരെങ്കിലും ശല്യം ഉണ്ടാക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ മിച്ചം 1.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടല്ലോ. 2 കിലോമീറ്റർ 1.5 2 3 ഇത്രയേ ഉള്ളൂ പോവാം. അപ്പം ഇതൊക്കെയാണ് ബായിയുടെ വിശേഷങ്ങൾ. ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മേലുകാവ് പോലീസ് സ്റ്റേഷൻ സമീപത്തായിട്ട് തന്നെയാണ് ബായി താമസിക്കുന്നത്. തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി, ഞങ്ങൾ വന്നപ്പോഴും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബായിയെ. അപ്പം നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ആളാണ് ബായി, നരേഷ് ബായി. നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. നമ്മൾ വന്ന് ഇവിടെ വഴിയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര വലിയൊരു അഭിപ്രായം തന്നെയാണ് ബായിയെക്കുറിച്ച് പറഞ്ഞത്. അതായത് മേലുകാവിൻ്റെ ഒരു കണ്ണിലുണ്ണി എന്നൊക്കെ പറയാം. അപ്പം എന്തായാലും നരേഷ് ബായി വന്നിട്ട് ഇവിടെ 20 വർഷത്തോളമാണ് കേരളത്തിൽ. മേലുകാവിലെത്തിയിട്ട് 1.5 വർഷത്തോളം ആവുകയാണ്. അങ്ങനെ രാത്രി കാലങ്ങളിൽ മേലുകാവിൻ്റെ സുരക്ഷിതത്വം മൊത്തം ഏറ്റെടുത്തുകൊണ്ട് നരേഷ് ബായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നരേഷ് ബായിയുടെ വിശേഷങ്ങൾ. അപ്പം നരേഷ് ബായി താങ്ക് യു, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പം നരേഷ് ഭായിയെ കാണുന്നവരൊക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഒന്ന് പോവുക. വളരെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ, നല്ല ചിരിച്ച് ഉള്ളൊരു മുഖം. അപ്പോൾ ഇതൊക്കെയാണ് നരേഷ് ഭായിയുടെ വിശേഷങ്ങൾ. നെൽസൺ മാന്ത്രിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. ഇനി നമ്മൾ കാണുന്നത് കോട്ടയത്തെ ആംബുലൻസ് ഡ്രൈവർമാരുടെ ജീവിതത്തിൻ്റെ കാഴ്ചകളാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ വളയം പിടിക്കുന്ന അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എത്ര വർഷമായി ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? മെഡിക്കൽ കോളേജ് ഒരു 16 വർഷത്തിലധികമായി. 16 വർഷത്തിലധികമായി. ഇപ്പോൾ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഒരു കരുതലും ഒക്കെ വേണ്ടതാണ് നമ്മൾ ആംബുലൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ജീവനാണ് നമ്മൾ നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ 16 വർഷത്തിലധികമായിട്ടുള്ള സർവീസിനിടയ്ക്ക് കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും കൂടുതൽ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ പിന്നെ വാഹനങ്ങളുടെ പെരുപ്പം പലർക്കും ആംബുലൻസ് കണ്ടാൽ ഇപ്പോഴും അതിന് ഒന്ന് സൈഡ് തരുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആംബുലൻസിന് പുറകെ വരുന്നവരുണ്ട്. നമ്മൾ സൈറനിട്ട് പോകുമ്പോൾ പുറകെ കൂടെ വന്ന് നമ്മുടെ പുറകെ നിൽക്കുക. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ, പേഷ്യൻറ്റിനെ നോക്കണം, പുറകെ കിടക്കുന്ന വണ്ടിക്കാരെ നോക്കണം. അങ്ങനെയുള്ള
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ റോഡിലെ ഒരു ആംബുലൻസിന് സൈഡ് തരുന്ന കാര്യത്തിൽ ഇപ്പോഴും പലരും വിമോചന കാണിക്കുന്നുണ്ട്. അപ്പൊ ഈയിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇത് വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്നാളെ ഒരു 20,000 രൂപയോളം ഒരാൾക്ക് പെറ്റിയടിച്ച ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ അത് നമ്മുടെ ഇതിലുണ്ട്. നമ്മളിപ്പം ചിലർക്കത് ഇപ്പോൾ വണ്ടിയിലെ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് അത് കാണിക്കാൻ പറ്റും. നമുക്കിപ്പോൾ അതിനിടയ്ക്ക് ഇതിനിടെ ഇത്ര വർഷത്തിനിടയ്ക്ക് അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീവനുമായിട്ട് ഇപ്പോൾ ആക്സിഡന്റ് ആയിക്കോട്ടെ, എന്ത് കേസും ആയിക്കോട്ടെ, ഈവൻ ഒരു കുഞ്ഞു കൊച്ചിനെ പോലും നമ്മൾ ഈ വാഹനത്തിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, കൊണ്ടുപോകുന്ന കുഞ്ഞു കുട്ടികളെ, ന്യൂ ബോൺ ബേബീസിനെ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു യാത്ര സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഈ ഒരു ഇത്രയും വർഷത്തെ മനസ്സ് എപ്പോഴും നമ്മൾ പുറകോട്ടായിരിക്കും. പുറകിലെ ആൾക്കാരെ കുറിച്ചായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പുറകെ ശ്രദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലെ റോഡിലെ ടെൻഷൻ ഒരുപാടുണ്ട്. ഒരുപാട് റിസ്ക് ഉള്ള ഉണ്ട്. എന്നാൽ സഹകരിക്കുന്നവരുണ്ട്. നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എറണാകുളം സൈഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരിക്കലും സമയമില്ലാത്തവരാണ്. പക്ഷേ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇറങ്ങി കണ്ടക്ടർമാർക്ക് ഇറങ്ങി ഓടി ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് സൈഡ് തരിക. ടോറസുകാർ, ടിപ്പറുകാർ, അവർക്ക് നല്ല സപ്പോർട്ടാണ്. പക്ഷേ അവർ റോഡിൽ അവരെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര പരാതി. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇവരെല്ലാം ഇപ്പോൾ ലോഡ് വണ്ടി ആയിരിക്കും പോണത്. പക്ഷേ അവർ സൈഡ് ഒക്കെ മാക്സിമം നമുക്ക് സഹകരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു 10% ആൾക്കാർക്ക് ഇപ്പോഴും ഈ നമ്മുടെ ആംബുലൻസിന് കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ള അവബോധം ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ചിലർ മിററിൽ പോലും നോക്കില്ല, ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നോക്കും. സൈഡ് മിറർ നോക്കിയാലേ വണ്ടി വരുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെ അറിയാൻ മേലത്തെ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ മറക്കാനാവാത്ത ഈ ഒരു ആംബുലൻസ് ഡ്രൈവിംഗ് സമയത്ത് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്? ഏറ്റവും മറക്കാനാവാത്ത സംഭവം കോവിഡ് കാലം തന്നെയാണ്. കോവിഡിൻ്റെ 2 വർഷം. ആ സമയത്ത് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഒത്തിരി അബോർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായത്. ആ 2 വർഷത്തിൽ പ്രഗ്നൻ്റ് സമയത്ത് വീട്ടിൽ പോലും പോകാതെയൊക്കെയുള്ള സർവീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പേടിയായിരുന്നു കൊച്ചിനരിക്കാൻ പോകാനൊക്കെ. പിന്നെ പ്രളയം 2018 പ്രളയം. ഇത് രണ്ടുമാണ് മറക്കാനാകാത്ത സംഭവങ്ങൾ. ഈ ഒരു 16 വർഷമായിട്ട് ഈ ആംബുലൻസ് മേഖലയിലുണ്ട്. അതിനു മുമ്പ് എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? അത് ചെയ്യാത്ത പണി എല്ലാ പണിക്കും പോയിട്ട്. ഏതാണ് ഇതൊരു മനസ്സിനൊരു സന്തോഷമുണ്ടോ ഈ ഒരു ഫീൽഡിൽ? അതെൻ്റെ ഫാദർ തന്നെയാണ്. ഫാദർ അതേ കാലത്ത് ഇവിടെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ഫാദറിൻ്റെ കൂടെ പോയാണ് വന്നത്. ഫാദറാണ് ഇതിൻ്റെ നമ്മുടെ വഴികാട്ടി. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. കോവിഡിൻ്റെ സമയത്ത് വൈഫൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നാലും പൊക്കോ കുഴപ്പമില്ല എന്നൊക്കെ ആ സമയത്തൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അല്ല പൊതുവെ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. അത് നമ്മൾ ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമിത വേഗത്തിൽ പോകേണ്ടി വരും. നമ്മൾ എടുക്കുന്ന കേസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ വേഗത കൂട്ടി പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു? പേടിയുണ്ടോ? അവർക്ക് പേടിയുണ്ട്. ഇപ്പോഴും പേടിയുണ്ട്. പേടിയില്ല, പേടിയുണ്ട്. ഇപ്പോഴും പറയാറുണ്ട് ചില ആക്സിഡൻ്റ് ഒക്കെ വരുമ്പോൾ. ഇപ്പം നമ്മൾ വീഡിയോ കാണാറില്ലേ, സൈഡ് കൊടുക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് പോകണം. അങ്ങനെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അമ്മയ്ക്ക് പെങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം, ജസ്റ്റ് മിസ്, അങ്ങനെ എന്തെങ്കിലും ഒരുപാടുണ്ടായിരുന്നു. ഒരു നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അത് എറണാകുളം പോയപ്പോഴാണ്. എന്തായിരുന്നു ആ സമയത്ത് വൈറ്റിലൊന്നും ഇതില്ല, മേൽപ്പാലമില്ല. മേൽപ്പാലൊക്കെ വരുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിനിടയ്ക്ക് നേരെ വന്നിട്ടുണ്ട്. ഒരു കൊച്ചിനെ കൊണ്ടുപോയതാണ്. അന്ന് ഒരു ഓമിനിയായ വന്നത്തെ വണ്ടി. ആ സമയത്ത് അത് ഇടപ്പള്ളിയിലൊക്കെ ബ്ലോക്കാണ്. ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടാ. ഒരുപാട് ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തുന്നതല്ലേ. നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ കഴിവൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു. ആ ഒരു ആക്സിഡന്റ് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പറയണു, ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതൊരു ആക്സിഡന്റ് കേസ് എടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ എന്ത് കേസ് എടുക്കുമ്പോഴോ നമ്മൾ മാക്സിമം വേഗത്തിൽ ആ ഒരു ജീവൻ രക്ഷിക്കണമെന്ന് കരുതിയിട്ടല്ലേ ഹോസ്പിറ്റലിൽ കയറിയ ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് സമയത്തിന്റെ അല്ല, പക്ഷെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യകാലങ്ങളിൽ ചില ഹോസ്പിറ്റലിൽ എടുക്കത്തില്ലായിരുന്നു. ചെല്ലുമ്പോൾ നമ്മളിവിടുന്ന് എറണാകുളം, തിരുവനന്തപുരം സൈഡിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പം ഇല്ല. ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും ചെല്ലുമ്പോഴേ കേസ് എടുക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിലൊന്നും നമ്മളിവിടുന്ന് ചവിട്ടി പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും നോക്കട്ടെ, ബെഡ് ഒഴിവുണ്ടോ നോക്കട്ടെ, IC ബെഡ് ഒഴിവില്ല, അങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്ത്. ഇപ്പോഴല്ല, ഇപ്പം എല്ലാത്തിനും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഇടയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും അടുത്ത ഒരാളും കൂടെ ഉണ്ട്, അൽത്താഫ് അല്ലേ? ഇക്കാടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എത്ര വർഷമായി ഈ ഒരു മേഖലയിലേക്ക് ഞാനിപ്പം വന്നിട്ട്? ആംബുലൻസിൽ വന്നിട്ട് 1 കൊല്ലം ആയതേ ഉള്ളൂ. ഒരു കൊല്ലം. ഈ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പലരെയും നമ്മൾ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില കേസുകളിൽ ഇപ്പോൾ കൊണ്ടുപോയി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാലും ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ അവിടെ ഡിലേ അങ്ങനെ ഡെത്തായ കേസുകളും ഉണ്ട്. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കും. മറക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഈ ഒരു മേഖല. മറക്കാനാകാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ തുടക്കമാണ്. എന്നാലും നമ്മുടെ ഇതിൽ ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഒരു മംഗലാപുരത്ത് ഓട്ടം പോയിരുന്നു. ആ സമയത്ത് നല്ല മഴ. ഞങ്ങൾ പോയ തൊട്ടുപുറകെയാണ് മലപ്പുറത്തെ റോഡ് ഹൈവേ ഇടിഞ്ഞു പോയി. ഞങ്ങൾ പാസ് ചെയ്ത് പോയ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാണ് അപകടം ഉണ്ടാകുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഓരോ ചിലപ്പോൾ അനുഗ്രഹമായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേഷ്യന്റിന്റെ ഇപ്പം 10 മണിക്കൂർ കൊണ്ട് അവിടെ നമ്മൾ എത്തിച്ചു. മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് മുന്നേ എത്തിയിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം കേൾക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മുടെ മാക്സിമം എടുത്ത് നമ്മുടെ ജീവൻ പോലും മറന്ന് നമ്മളോട് എത്തിച്ചു. പോയ വഴിക്കാണെങ്കിലും ആ സമയത്ത് മറ്റേ വെള്ളപ്പൊക്കവും നല്ല മഴയും സാഹചര്യം, അത് ഭയങ്കര പ്രതികൂല കാലാവസ്ഥകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നല്ല ബ്ലോക്കുകൾ, അതായത് കണ്ണൂർ കോഴിക്കോട് സൈഡിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. മാക്സിമം നമ്മുടെ സമയത്ത് അവിടെ എത്തിച്ചു. പക്ഷേ പുള്ളി ഇച്ചിരി സീരിയസ് കേസായിരുന്നു. നമ്മളവിടെ എത്തിച്ച് പിറ്റേ ദിവസം പുള്ളി ഡെത്തായി പോയി. പുള്ളിയുടെ കസിൻ വിളിച്ച് നമ്മളോട് പറഞ്ഞു. അതാണ് അത് പോയ വഴിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ. ഈ ബ്ലോക്ക് സമയത്താണെങ്കിലും ബൈക്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന കുറേ ആൾക്കാർ, അവരൊക്കെ വണ്ടി സൈഡിൽ ഒതുക്കി മഴ നനഞ്ഞ് അവർ പോയി വണ്ടി മാറ്റി തന്നു പോയ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ആ സമയത്ത്. ഇത്ര നാളത്തെ ഇപ്പോൾ 1 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മംഗലാപുരം ട്രിപ്പ് തന്നെ. ശരിക്കും നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു മൂവി, ആ ഒരു മൂവിക്കകത്ത് ആ ഒരു അവയവം കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നിട്ട് ഒരു സീന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ നമ്മൾ ഓർഗൻസ് കൊണ്ടുപോയിട്ടില്ല. എങ്കിലും അങ്ങനെ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ ന്യൂ ബോൺ ബേബി ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ ചില ക്രിട്ടിക്കൽ കേസുകളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവിടെ ഇപ്പം നമ്മുടെ ജീവൻ നോക്കത്തില്ല, നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വണ്ടി ഇരിക്കുന്നവരുടെ ജീവന് നമ്മൾ വില കൊടുക്കത്തുള്ളൂ. ചിലപ്പം വണ്ടി എതിരെ വരുന്ന വണ്ടി മാറ്റി തരുന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ കയറി പോകുന്നത്. ഇതുവരെ ഒന്നും ദൈവം വരുത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സേവനം. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു കേസ് അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് ഒരു കേസായിട്ട് അമൃതയിലേക്ക് പോയി. അത് ഇച്ചിരി എമർജൻസി കേസായിരുന്നു. പെട്ടെന്ന് ചെന്ന് അവിടെ എമർജൻസി സർജറി ചെയ്യേണ്ട. ഇവിടെ ഭയങ്കര താമസം. അത് 3 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ എടുത്ത് വേണം സർജറി ചെയ്യാൻ. പത്രം വെയിറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും അവരിവിടുന്ന് അവർക്ക് എറണാകുളംകാരാണ്, അവർ അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ വണ്ടിയിലാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് നിങ്ങളെ ഇത്ര പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവർ വാക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അന്നേരം നമുക്കവിടെ ഈ ഓട്ടം പോയി ഇത്ര രൂപ കിട്ടും അതല്ല, നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് പിന്നെ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒരു സാഹചര്യം. ശരിയാണ്. അതൊരു എന്താ പറയുക, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയും ഒരു അനുഗ്രഹവും കൂടിയാണ്. നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും ഒരാളുടെ ഒരു നന്ദി വാക്ക്, ചിലപ്പോൾ നമ്മളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ചിലപ്പോൾ അവരുടെ ആ ഒരു പ്രാർത്ഥന, ദൈവത്തോട് പറഞ്ഞൊരു നന്ദി ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓരോരോ പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള ഓരോരുത്തരുടെ പ്രാർത്ഥനകളും ചിലപ്പോൾ നമ്മൾ അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ജീവനെ രക്ഷിക്കുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഒരു നേരമെങ്കിലും നമ്മളെ ഓർക്കും. പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു നേരം അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോകുമ്പോഴെങ്കിലും അന്ന് ആ പയ്യൻ കൊണ്ടു വിട്ടാലോ അല്ലെങ്കിൽ ഇന്നയാൾ കൊണ്ടു വിട്ടാലോ, അങ്ങനെയുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ് നമ്മളെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരുപാട് ജീവനുകൾ കയ്യിലേന്തി ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ വെറും മണിക്കൂറുകൾക്കകം ഇല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ. അപ്പോൾ ഓരോ ആളുകളുടെയും ഓരോ നന്ദി വാക്ക് മതി ഇവരുടെ ജീവന് കാവലായിട്ടെത്താനായിട്ട്. അഭിലാഷിനൊപ്പം അജ്മി ഷംസ്, ദൃശ്യ ന്യൂസ്. മഴയത്ത് കുടചൂടി ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂരിലാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയൊക്കെ നടന്നു നീങ്ങിയാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാമ്പനാൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്ക്.
ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ നഗരസഭയുടെ കീഴിൽ 7ാം വാർഡിലുള്ള കവിക്കുന്ന് ചെക്ക് ഡാമിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെക്ക് ഡാമാണ്. ഒരുപാട് ഏരിയ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാനുള്ള എല്ലാം ഇവിടെയുണ്ട്. ധാരാളം ആൾക്കാരാണ് അവധി ദിവസങ്ങളിലും വൈകുന്നേരവും രാവിലെയും ഒക്കെ ഇവിടെ എത്തുന്നത്. പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആൾക്കാർ ഇവിടെ എത്താറുണ്ട് കുളിക്കാനും ഒക്കെ ആയിട്ട്. നമുക്ക് പറയാനുള്ളത് ഇവിടെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെത്തും, പരിചയമില്ലാത്തവരൊക്കെ എത്തും. ഒരാൾ വെള്ളമൊക്കെ അതിന് മേളിലൊക്കെ വെള്ളം ഈ ഭാഗത്തുണ്ട്. പക്ഷേ പരിചയമില്ലാത്തവർ ഒരിക്കലും ഈ വെള്ളത്തിൽ വന്ന് ഉടനെയൊന്നും ചാടാനൊന്നും പോയേക്കരുത്, വലിയ അപകടത്തിനൊക്കെ കാരണമാകും. പരിചയമുള്ളവരാണെങ്കിൽ പോലും മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്താണ് വെള്ളത്തിൽ നല്ല തണുപ്പുമൊക്കെ ആയിരിക്കും, അത് കാല് കൊച്ചി പിടിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഈ വെള്ളത്തിൽ ചാടാനായിട്ട് സാധിക്കാവുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ടാണ് ചെക്ക് ഡാം പണിതിരിക്കുന്നത്. ഒരു നല്ല ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കാനൊക്കെ ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പാലാ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അക്കരെ ഭാഗം എന്ന് പറഞ്ഞാൽ പറങ്ങാനം പഞ്ചായത്താണ് വരുന്നത്. ഓരോ ദിവസവും പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പുറത്തുള്ള ദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ, ഫാമിലി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ട് എത്തുന്നുണ്ട്. വഴി ഒരിക്കൽ കൂടി പറയാം. പാലായിൽ നിന്ന് കവിക്കുന്ന് പള്ളി ഭാഗത്തെത്തുക, പള്ളിയുടെ സമീപത്തൂടെ കിടക്കുന്ന റോഡിലൂടെ ഈ ചെക്ക് ഡാമിലേക്ക് എത്താവുന്നതാണ്. പാലായിൽ നിന്നും ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. ഇവിടെയുള്ളവർ ഇവിടെയൊക്കെ മനോഹരമായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ചിലവരൊക്കെ വന്നിട്ട് കുപ്പിയൊക്കെ ഇടുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിലാണ് ഈ ചെക്ക് ഡാം ഇവിടെ പണി തീർത്തിരിക്കുന്നത്. മഴക്കാലമായ നല്ല വെള്ളമാണ്, ഇല്ലാത്ത സമയത്തും വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ ഒരു വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയുവാനും കാഴ്ചകൾ കാണുവാനും ഫാമിലിക്കൊപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വളരെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കവിക്കുന്ന് ചെക്ക് ഡാം. അപ്പം നമ്മൾ ഈ കവിക്കുന്ന് ചെക്ക് ഡാമിലെത്തിയപ്പോൾ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്നപ്പം ഒരു ഉച്ച സമയമൊക്കെയാണ്, അതുകൊണ്ടാണ് ഇപ്പം ആൾക്കാരുടെ എണ്ണത്തിലുള്ള കുറവ്. പക്ഷേ വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് എത്തും. ഇപ്പം എന്നോടൊപ്പം ആഷിനാണ് ചേരുന്നത് അല്ലേ? ആഷിൻ കുളിക്കാനായിട്ട് വന്നതാണ്. ആശാൻ എടുക്കും ഇപ്പം? ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്, ലീവിന് വന്നാണ്. അപ്പം ഗൾഫിലിരിക്കുമ്പോൾ ഇവിടുത്തെ ഓർമ്മകളൊക്കെ വരുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ശരി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസും ഒരു വൈബും? ആംബിയൻസ് വളരെ നന്നായിട്ട് നല്ലതാണ്. ഇവിടെ വന്ന് നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരാനാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് പിന്നെ തെളിഞ്ഞ വെള്ളമാണ്. എനിക്കൊന്ന് വലിയ അപകടം ഉള്ള ഒരു മേഖലയല്ല, ഉള്ള ഏരിയ ഒന്നുമല്ല. ഒരുപാട് ഫാമിലീസ് എല്ലാം വന്ന് ഇവിടെ ഫ്രഷ് ആവാറുള്ളതാണ്. എല്ലാ ദിവസവും വരും ഇപ്പോൾ? എല്ലാ ദിവസവും ഇല്ല, ഫ്രീ ആകുമ്പോൾ മാത്രം. പ്രവാസ ജീവിതത്തിൽ ഞാൻ മുമ്പേ ചോദിച്ചതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് കൂട്ടുകാരെയും ഇതുപോലെയുള്ള വെള്ളത്തിലുള്ള ചാട്ടങ്ങളും അല്ലേ? അതെ അതെ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി വരുന്നത് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പം കുളിക്കാൻ റെഡിയാ? എത്ര നേരമൊക്കെ ചാടും ഇതിനകത്ത്? അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് കുറച്ചു നേരം ഒരുപാട് മനസ്സും ശരീരവും തണുക്കുന്നിടം വരെ അല്ലേ? തണുക്കുന്നിടം വരെ, അതെ. അപ്പം ആഷിനെ പോലെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. ആഷിൻ ഇപ്പം പ്രവാസിയാണ്. അപ്പം എന്താ പറയുന്നത്, പ്രവാസ ജീവിതത്തിൽ റൂമിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്. നാട്ടിൻപുറത്തെ ഈ വെള്ളവും കുളവും ഫ്രണ്ട്ഷിപ്പും സൗഹൃദങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ പല ഫീലിങ്ങുകളുമായിട്ടാണ് ഓരോരുത്തരും ഈ ഒരു ചെക്ക് ഡാമിലേക്ക് എത്തുന്നത്. പൊതുപ്രവർത്തകനും കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് സെക്രട്ടറിയുമായ ടോണി തൈപ്പറമ്പിലാണ്. ഇദ്ദേഹം ഈ ഒരു ചെക്ക് ഡാമിൻ്റെ അടുത്തുകൂടിയാണ് താമസിക്കുന്നത്. ടോണി ചേട്ടാ, എങ്ങനെയുണ്ട് ഈ ചെക്ക് ഡാമും ഒരു ആംബിയൻസും ഒക്കെ? നിങ്ങളാണല്ലോ ഇവിടെ അടുത്ത് താമസിക്കുന്നത്. അപ്പം ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെയുള്ള കുട്ടികളും പിന്നെ പുറ സൈഡിൽ നിന്നുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരും പ്രായമുള്ളവരും എല്ലാം വന്ന് കുളിക്കുന്നതാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ചെക്ക് ഡാമാണ്. പിന്നെ കാലങ്ങളായി കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു 5-8 വർഷമായിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കുപ്പിച്ചില്ലുകളൊക്കെ ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ ചേർന്ന് നമ്മളെ ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാട്ടിനകത്ത് കാണുന്ന കൂട്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം കുടുംബത്തിനൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം സമയത്തൊക്കെ ഒരു ചെലവഴിക്കുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പം മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വന്ന് കുളിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ വരുമ്പോഴെല്ലാം ആഴ്ചയിലൊക്കെ വന്ന് കുളിക്കുമ്പോൾ നല്ലൊരു സുഖവും നല്ലൊരു തണുപ്പും അതിലൊരു കുളിർമയൊക്കെ കിട്ടി നമുക്ക് എന്നാ പറയുക, ശുദ്ധമായ പച്ചയായ വെള്ളം
ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ കാണാൻ അറിയാം. ഗ്രീൻ പോലെ കളർന്ന് നല്ല ഭംഗിയുള്ള നിറം നിറഞ്ഞ വെള്ളങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ നാടുകളിലൊന്നും കാണാറില്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണിത്. അപ്പോൾ ഇനിയും പാലായ്ക്ക് വെളിയിലുള്ളവർക്കും ഒക്കെ വരാം. പക്ഷേ ഇവിടെ എല്ലാം സംരക്ഷിക്കുകയും ഇവിടെ കുപ്പിച്ചില്ലും മറ്റ് ഇതൊന്നും വിടാതെ, ഇവിടെ കുപ്പികളും ഒന്നും ഇടാതെ തന്നെ ഈ വെള്ളം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിച്ച് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നഗരസഭയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ വെള്ളത്തിൻ്റെ വരവും ഈ വെള്ളത്തിൻ്റെ കിടപ്പും. എനിക്കൊന്നും ഇവിടുത്തെ പ്രദേശത്ത് മാത്രമല്ല, ദൂരെ നിന്ന് പോലും ആൾക്കാർ അറിഞ്ഞു കേട്ട് ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇൻസ്റ്റഗ്രാം പോലുള്ള ഫേസ്ബുക്ക് വഴിയുള്ള പല ഇതിനകത്തും കവികുന്ന് ചെക്ക് ഡാമിനെ കുറിച്ച് സ്റ്റോറികളും എല്ലാം വന്നു തുടങ്ങിയപ്പം നിരവധിയായ ആൾക്കാർ പുറത്ത് സൈഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ ഞായറാഴ്ച ദിവസം ആയിക്കഴിഞ്ഞാൽ ഇവിടെ അടുക്കാൻ പറ്റാത്തത്ര നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ കുറച്ച് പേര് മാത്രമല്ല, വന്ന് ഇവിടെ മോശമാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടാടുന്നു കഴിഞ്ഞാൽ നാട്ടുകാരും എല്ലാം ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നാട്ടുകാർക്കും താല്പര്യമുണ്ട്. ഇവരെ പോലുള്ള പുറത്തുനിന്ന് വരുന്നവരും എല്ലാം വരുന്നതൊക്കെ. പക്ഷേ ഇവിടെ വൃത്തികേടാക്കാതെ നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകം സ്വിമ്മിംഗ് പൂള് പോലെയുള്ള തണുത്ത സ്വിമ്മിംഗ് പൂള്, ശുദ്ധമായ പച്ചവെള്ളമുള്ള സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മനസ്സൊന്ന് കുളിർക്കണം, അല്ല ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കണം എന്ന് ഓർക്കുന്ന സമയത്തൊക്കെ ഈ കവികുന്ന് ചെക്ക് ഡാമിലേക്ക് എല്ലാവരും വരിക കേട്ടോ. അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. അപ്പം എല്ലാവരും എത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടൂറിസം ഉണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും കുപ്പിയൊന്നും ഇടാതെയോ വേസ്റ്റ് ഒന്നും ഇടാതെയോ ഒക്കെ മാക്സിമം നോക്കുക. അപ്പം നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഈ കവികുന്ന് ചെക്ക് ഡാം നൽകുന്നത്. അപ്പം നമ്മൾ കവികുന്ന് ചെക്ക് ഡാം കണ്ടതിന് ശേഷം വന്നത് വളരെ അതിമനോഹരമായിട്ടുള്ള മീനാറ തോട്ടിലാണ്. അതായത് കാട്ടരുവി എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും വൃക്ഷങ്ങളാണ്. അതിലൂടെ പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകുന്ന മീനാറ തോടാണിത്. ഇത് ശരിക്കും പാലായുടെ നഗരത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ തോട് ഒഴുക്ക്, ഇത്രയും എന്താ പറയുന്നത്, കളകളം ഒഴുകുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയാണ്. നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മീനാറ. ഇങ്ങ് നോക്കിക്കഴിഞ്ഞാൽ പാറക്കെട്ടാണ്. ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി എത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാറയിൽ നല്ല തെന്നലുണ്ട്. ഇവിടെ വന്നൊന്നും ഒരിക്കലും ഇറങ്ങരുത്. നമുക്ക് എന്തായാലും മീനാറ തോടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. പാലാ മുനിസിപ്പാലിറ്റി 9ാം വാർഡിലാണ് ഈ മീനാറ തോട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, എൻ്റെ പുറകിലേക്കൊക്കെ നോക്കിയാൽ അവിടുന്ന് വെള്ളം കുത്തിയൊലിച്ച് വരികയാണ് പാറക്കെട്ടുകൾക്കിടയിലൂടെ. ശരിക്കും ഒരു കാട്ടരുവിയുടെ ഫീല് തന്നെയാണ് ഇവിടെ വന്നിരുന്നാൽ. നമുക്ക് ഈ സമീപപ്രദേശങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് സംസാരിക്കാനും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. വളരെ എന്താ പറയുന്നത്, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ മീനാറത്തോട് ഇവിടെ എത്തുന്ന കാണികൾക്കും വിനോദസഞ്ചാരികൾക്കും സമ്മാനിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും വന്ന് ഇവിടെ ഇറങ്ങരുത്. പാറക്കെട്ട് മുഴുവൻ തെന്നിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താ പറയുന്നത്, ടൂറിസം മര്യാദകൾ പാലിച്ചുകൊണ്ട് ആസ്വദിക്കാനാണെങ്കിൽ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ്. പാലായുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും മനോഹരമായ ഒരു വെള്ളവും തോടും വെള്ളച്ചാട്ടവും ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ മീനാറ തോട് നമുക്ക് സമ്മാനിക്കുന്നത്. മീനാറത്തോട് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പം ഇവിടുത്തെ പ്രദേശവാസി കൂടിയായ ബാബുച്ചാനാണ്, ബാബു മുഖാലയാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇതിൻ്റെ ഒരു ഉത്ഭവമൊക്കെ എവിടുന്നാണ്? ഇത് ചൂണ്ടച്ചേരി എന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെ നിന്ന് ചെറിയ തോടായിട്ട് ഉത്ഭവിച്ച
ബാക്കി സമീപത്തെ ചെറിയ ചെറിയ തോടുകൾ ഒത്തുകൂടി ഇത് ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് മീനച്ചിലാറ്റിൽ ചെന്ന് പതിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരം കൂടെ ചെന്ന് മീനച്ചിലാറ്റിൽ ചെന്ന് സമീപിക്കും. ഇതിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ തോടിൽ ഈ മീനാറ വെള്ളച്ചാട്ടമാണ്. ഇതിന് മുകളിലൊരു ചെക്ക് ഡാമുണ്ട്. എങ്കിലും ഇത് ഇവിടെ നിരവധിയായത് നാളുകളായിട്ട് ആരും ഇത് അങ്ങനെ വലിയ അറിയപ്പെടാതെ കിടന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഈ സമീപകാലങ്ങളായിട്ട് കുറച്ച് യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന് കുറേ ആളുകളൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളം കൂടുതലുള്ള സമയത്ത് ഈ അപകട സാധ്യതയും ഉണ്ട്. പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് മനസ്സിലാകാതെ ഇവർ വെള്ളത്തിലിറങ്ങുകയും ഇവിടെ അപകട സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാരും അതുപോലെയുള്ള പ്രാദേശിക ഭരണകൂടമൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു കുറച്ച് വികസന പ്രവർത്തനങ്ങൾ സുരക്ഷാ സംവിധാനമൊക്കെ സ്ഥാപിച്ചാൽ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ഇതിനെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അതിന് വേണ്ട എല്ലാ സഹായം അധികൃതരുടെ ഭാഗത്തുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു കാടിന് നടുവിലെ നമ്മൾ കാട്ടിലൊക്കെ കാണുന്ന കാട്ടരുവിയുടെ ഒരു ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും 2 സൈഡിലും കാടാണ്. നല്ലൊരു വെള്ളച്ചാട്ടം ഈ സൈഡിൽ. എന്നാൽ വാഹനങ്ങൾക്ക് വരാൻ പറ്റിയ റോഡുകളുണ്ട്. പാലാ ടൗണുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതിന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്താൽ ഈ പ്രദേശത്തെ നമ്മൾ ഒത്തിരി അകലെയൊന്നും പോകാതെ തന്നെ ഈ പ്രദേശത്തെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പം ടൂറിസത്തിനൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു തോടാണ് മീനാറ തോടും വെള്ളച്ചാട്ടവും ഒക്കെ. എന്താ പറയുന്നത്, ശരിക്കും എക്സൈറ്റഡ് ആവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാകുക. പാലാ നഗരസഭയിൽ കണ്ടാസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കവിക്കുന്ന് ചെക്ക് ഡാമും മീനാറത്തോടും വെള്ളച്ചാട്ടവും. വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപകട സാധ്യതകൾ ഈ 2 ഭാഗത്തുമുണ്ട്. കവിക്കുന്ന് ചെക്ക് ഡാമിൽ അത്ര അപകടങ്ങൾ ഇല്ല എങ്കിലും മീനാറത്തോട്ടിലും വെള്ളച്ചാട്ടത്തിലും വലിയ അപകടം പതിയിരിപ്പുണ്ട്. പാറകളിൽ മൊത്തം വഴുക്കലാണ്, ഒപ്പം തന്നെ ചെറിയ കയങ്ങളും ഇവിടെയുണ്ട്. ടൂറിസം ആസ്വദിക്കാനെത്തുന്നവർ ടൂറിസം മര്യാദകൾ കൂടി പാലിച്ചു വേണം ഇവിടേക്ക് എത്തുവാനായിട്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണുവാനുണ്ട്. നെൽസൺ മാന്ത്രിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്ത് പലചരക്ക് കടയിൽ ഒരു പാട്ടുകാരനുണ്ട്, തോമസ് മണക്കാട്ട്. തോമസിയാനും കൂട്ടുകാരും ചേർന്ന് പാട്ടുകൾ പാടും. അങ്ങനെ കിട്ടുന്ന പൈസ സമാഹരിച്ച് പാവങ്ങളായ രോഗികൾക്ക് നൽകുകയാണ്. നമുക്ക് കാണാം തോമസിയാന്റെയും കൂട്ടുകാരുടെയും കാഴ്ചകൾ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രവിത്താനത്ത് മണക്കാട്ട് സ്റ്റോഴ്സിലാണ്. ഒരു പലചരക്കടയാണ്. ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കടയുടെ മുതലാളി ഒരു പാട്ടുകാരനാണ്. വെറും പാട്ടുകാരനല്ല, പാട്ടുപാടി പാവങ്ങൾക്ക് സഹായം നൽകുന്ന, ചാരിറ്റി നൽകുന്ന ഒരു മുതലാളിയാണ്. മുതലാളി എന്നല്ല, ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. തോമസിയാനാണ് എന്നോടൊപ്പം ചേരുന്നത്. തോമസേട്ടാ നമസ്കാരം. പാട്ട് പാടുന്നു, ചാരിറ്റി ചെയ്യുന്നു അല്ലേ? അതെ. അതെങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്നേഹിതരൻ ദാസൻ എന്ന് പറഞ്ഞൊരാളാണ്. പുള്ളിയോട് ഞങ്ങൾ രണ്ടുപേരെ ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങി. അപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു ആ കൂട്ടത്തിൽ. ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 19,000 രൂപ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് കഴിഞ്ഞപ്പോൾ തോന്നി നമുക്ക് ഇനി ഇത് ഓരോ മാസം ചെയ്യുവാണെങ്കിൽ കുറെ ആൾക്കാർക്കും അതൊരു ഗുണം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അപ്പം അതൊരു ചാരിറ്റിയുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഘടനയുടെ അടിസ്ഥാനത്തിൽ വേണം. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് സംബന്ധിച്ച് നമുക്ക് എന്നാ തുടങ്ങിയേക്കാം. ഞങ്ങൾ എല്ലാ മാസവും ഈ പ്രോഗ്രാം തുടങ്ങി. ഞങ്ങൾക്ക് പാട്ടൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല, എന്നാൽ അറിയാവുന്നവരൊക്കെ പാടി ആൾക്കാർ സഹകരിച്ചു കേട്ടോ. അപ്പം ഒരു മാസം കുറഞ്ഞൊരു 20,000 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 10 മാസത്തോളം ചെയ്തു. പക്ഷെ ഞങ്ങള് പ്രോഗ്രാം ചെയ്യുന്ന ദിവസം എല്ലാം മഴയാ. ഈ മഴയുള്ള ദിവസം മഴ നനഞ്ഞ് വേണം ഞങ്ങൾക്ക് ഈ പാട്ടും പാടണം, പിന്നെ ബക്കറ്റ് പാട്ട് നടക്കണം. അത് കുറച്ച് കാലം ഞങ്ങൾ നിർത്തി. അപ്പൊ അങ്ങനെയാലും ഞങ്ങൾ ഒരു വർഷം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഞങ്ങൾക്ക് 1.25 ലക്ഷത്തോളം പിരിഞ്ഞു. അത് ഞങ്ങള് വ്യാപാര വ്യവസായയുടെ അണ്ടറിൽ ഞങ്ങള് സഹകരണ ബാങ്കിന്റെ ചെറിയൊരു അക്കൗണ്ട് തുടങ്ങി. അതിനകത്തുനിന്ന് രോഗികൾക്ക് ചെക്ക് മുഖാന്തരം ഞങ്ങൾ കൊടുത്തു. ആർക്കും പൈസ ആയിട്ടല്ല കൊടുത്തു, ചെക്ക് കൊടുത്തു.
അങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങിയത്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ തോമസ് ചേട്ടന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗമാണ്. ഈ വ്യാപാരി വ്യവസായികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം, ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. നേരത്തെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. ആണല്ലേ? ഓക്കെ. ചെറുതായിട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. പാട്ട് സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. സ്കൂൾ ലെവലിലോ കോളേജിൽ പഠിച്ചെന്ന് ഒരു പാടിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ സംഗീതങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്തായാലും കഷ്ടപ്പാടുണ്ടോ അതിന് പിന്നിൽ? എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണം, പാട്ട് പഠിക്കണം, പാട്ട് പാടണം. അത് മോശമായി പാടിയാൽ പോലെ നല്ലപോലെ പാടണം, മറ്റുള്ളവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആ ഒരു മനസ്സൊക്കെ വരുന്നത് എനിക്കൊന്ന് ഒരുപാട് പേരുടെ സപ്പോർട്ടും ഉണ്ട്. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ആൾക്കാരാണെങ്കിലും കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി മോശം പാടിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ചാരിറ്റിയാണ്. അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പാട്ടുകാർ വന്ന് കൂടും. അപ്പൊ അങ്ങനെ ഒരു ഓളമായി. അപ്പം ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം പേരില്ലായിരുന്നു. പിന്നെ പാലായിന്നു, അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിൽ നിന്നൊക്കെ ഓരോ പാട്ടുകാർ വന്ന് പാടാൻ തുടങ്ങിയപ്പോ നമുക്കൊരു ഓളമായി. അപ്പൊ അതൊരു അരങ്ങായി മാറി. അങ്ങനെ ആ സംഭവം നന്നായിട്ട് വന്നതായിരുന്നു. പിന്നെ മഴയും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്ത്. ഇനിയിപ്പം പിന്നെ തുടങ്ങണം കേട്ടോ. ഈ ഓണത്തോട് തുടങ്ങാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളത് ഇന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സാമ്പത്തികം നമുക്ക് ഉണ്ടല്ലോ. തോമസാന്റെ വീട് ഇവിടെ തന്നെ? ഇവിടെ അടുത്ത്. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ഒരു മോള്, വൈഫും ഞാനും. അവർക്കൊക്കെ ഒരു സപ്പോർട്ട്? അവർ നല്ല സപ്പോർട്ടാണ്. അവർക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുമോ? പാട്ട് പാടിക്കൊടുക്കാതെ ഞാനിങ്ങനെ പാടുമ്പോ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കും. അപ്പൊ കുറച്ച് അതിന്റെ കാര്യങ്ങൾ സംഗതികളൊക്കെ പറഞ്ഞു തരാം. ഇനിയിപ്പം അല്പം സംഗീതത്തിനെ കുറിച്ച് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളാണോ പുതിയ തലമുറ പാട്ടുകളാണോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പഴയ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നമ്മൾ ഒന്നുകൂടെ ഉരുട്ടി കൊണ്ടിരുന്നുള്ളൂ, മിനുക്കി എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് പുതിയ പാട്ടുകളൊന്നും അറിയില്ല. ഒരു പ്രിയപ്പെട്ട ഗായകൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ലവരാണ്. തീർച്ചയായിട്ടും ഒരാൾ ഒരു ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ ആരായിരിക്കും? അല്ലെങ്കിൽ ഒന്നിലധികം പറഞ്ഞാൽ ആരൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ജയന്തനോട് ഭയങ്കര താല്പര്യം. പുള്ളിയുടെ പാട്ടൊന്നും നമുക്ക് പാടാൻ പറ്റില്ല, കാരണം അത് വ്യത്യസ്തമാണ് പുള്ളിയുടെ പാട്ടുകൾ. അതേസമയത്ത് യേശുദാസിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ശരിക്കും കറതേർത്ത പാട്ട്. കാരണം പുള്ളി സംഗീതം പഠിച്ച്. അപ്പൊ ഈ ജയന്തന്റെ അതുപോലെ എസ് പി ബാലസുബ്രഹ്മണ്യനൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നൈസർഗികമായ ഒരു കലാവാസന അവരുടെ, അത് അവർ ശരിക്കും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. യേശുദാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സംഗീതം പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് തോമസേനെ കണ്ടപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ടൊന്ന് കണ്ടിരുന്നു. അന്നേരം എല്ലാം ഈ ജുബയാണ് വേഷം. ശരിക്കും ഒരു കലാകാരൻ ലുക്ക് തന്നെയാണ്. ജുബ എന്ന് പറഞ്ഞാല് ഞങ്ങള് പരമ്പരാഗതമായിട്ട് ജൂബ ചെയ്യുന്ന ആൾക്കാരാണ്. എന്റെ ഫാദറിന്റെ ഫാദർ ഇവരെല്ലാം ജൂബയാണ്. അപ്പൊ ഞങ്ങള് 9 പേരാ. അതിനകത്ത് ഞാൻ മാത്രമേ ജൂബ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരിലും സാധാരണ രീതിയിലുള്ള നോക്കാം. വലിയൊരു കുടുംബം. അതെ. ശരി ശരി. അപ്പം എന്തായാലും നമുക്ക് വന്നിരിക്കുന്ന തോമസേന്റെ പാട്ട് കേൾക്കാനാണ്. അപ്പം തോമസേന്റെ സുഹൃത്തുക്കളും ഇവിടെ വ്യാപാരി വ്യവസായി സമിതിയിലെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി തോമസേട്ടാ കുറച്ച് പാട്ടുകൾ കേൾക്കാം. ആയിക്കോട്ടെ. മനോഹരങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതവാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരണമേ ഭൂമി എൻ മനോഹരങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരണമേ ഭൂമി മോശയാലിൽ മോചനം ചൊരിഞ്ഞവനെ മോശയാലിൽ മോചനം ചൊരിഞ്ഞവനെ
മനസ്സിലെ മറുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പുനിൻ മുൻപിൽ ഞാൻ എന്റെ പാപമകറ്റണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയാ വളരെ നവീ